പരിപാടിയും ബന്ധപ്പെട്ടാണ്. ഇന്ന് നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാ ഐസ് ബാത്ത്. അതെ, നമ്മളിന്ന് പോണ വണ്ടി ഏതാണെന്നറിയോ? ദക്കാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് അറിയണ്ടേ? ഐസ് ബാത്ത്. വലിയ 2 പീസ് ഐസും മേടിച്ചിട്ട് അതിൽ മുങ്ങി കുളിക്കാനായിട്ട് ഇന്നത്തെ പ്ലാൻ. അത് എവിടെയാ കുളിച്ച് എങ്ങനെയാ കുളിച്ചെന്നൊക്കെ കാണണ്ടേ? അതൊക്കെയാണ്. ജസ്റ്റ് വെയിറ്റ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ സ്പൾബർ. പിന്നെ അവിടെ നിന്ന് ഹെലികോപ്റ്ററും കണ്ടിട്ട് ആറമ്പുള്ളി വഴി അങ്ങോട്ട് നേരെ പിടിച്ചു അങ്ങോട്ട്. നല്ല റോഡായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഹെലികോപ്റ്റർ സോളാറിൽ വർക്ക് ചെയ്യുന്നതാട്ടാ. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പോയത് പിന്നെ പാറന്നൂര് ചൂണ്ടലെത്തും വേണ്ടെന്ന സ്ഥലത്തേക്കാണ്. ചെന്നപ്പോൾ എന്നെ നിരാശാജനകമായ ഒരു കാര്യം അറിയപ്പെട്ടു. അവിടെ ഗൂഗിൾ പേ ഇല്ലാന്ന്. പിന്നെ തൊട്ടടുത്തുള്ള ഒരു പമ്പിൽ പോയി ആ ചേട്ടന് പൈസ ചെയ്ത് കൊടുത്തിട്ട് ആള് നമുക്ക് ക്യാഷ് തന്നു. ആള് കൂടി ആ ക്യാഷ് തന്നില്ലെങ്കിൽ പെട്ടേനെ. പിന്നെ നമ്മൾ പമ്പ് അന്വേഷിച്ച് പോകേണ്ട വന്നായിരുന്നേ. പിന്നെ നമ്മൾ തിരിച്ച് ഐസ് ഫാക്ടറിയിലേക്കൊക്കെ നടന്നപ്പോൾ ഉണ്ടല്ലോ, അപ്പോഴത്തേക്ക് ആ ചേട്ടൻ നമ്മുടെ ഐസൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് കണ്ടു. ഇതാ കണ്ട, ആ ഒരു വലിയ പീസ് ഐസ് ബ്ലോക്കിന് 100 രൂപയാണ്. ഹാവൂ, അങ്ങനെ ഐസ് കിട്ടി. അപ്പോൾ ആ ഒരു സന്തോഷത്തിന് ഇവൻ ഐസൊക്കെ തൊട്ടൊക്കെ നോക്കിയിട്ട് തണുപ്പാണോ ചൂടാണോ എന്നൊക്കെ അറിയാൻ. അപ്പൊ ഇത് മേടിച്ചതിൻ്റെ ഒരു ഇതില് ആള് ആ കുഞ്ഞു പിച്ചുടി മക്കളെ ഇത് കൂടിയും കൊണ്ടേക്കോ അടിച്ച് പൊളിക്കുന്നു പറഞ്ഞിട്ട് തന്നു. പിന്നെ നമ്മളിത് എങ്ങനെ വണ്ടിയിൽ കയറ്റുന്നുള്ള തന്ത്രപ്പാടായി. വണ്ടിയുടെ ഉള്ളിൽ ഫൈബറായ കാരണം വണ്ടി നേരെ തിരിച്ച് റിവേഴ്സ് ഇട്ടിട്ട് സൈഡൊക്കെ ഒതുക്കി സാധനം കയറ്റി. ഇതാ കിളി വണ്ടിയിൽ കയറി കണ്ടിട്ടാ. അത് കയറ്റുമ്പോഴത്തേക്കും നമ്മുടെ ക്യാമറമാൻ അടുക്കളക്കടെ പോയിട്ട് ഫ്രണ്ടിലേക്ക് എത്തിയിട്ടാ. അതെ, അതിന്റെ വിഷ്വൽസ് ഒക്കെ ഒപ്പി എടുക്കുന്നുണ്ടവൻ. ആ ഒരു ഞണ്ടിന്റെ ഒരു കാല് പോലത്തെ ടൂള് ഒരു സഹായപ്രദമായിരുന്നു. ഇവൻ ജിമ്മനായറിന് ഒറ്റയ്ക്കൊക്കെ വലിച്ചിടാൻ നോക്കുന്നുണ്ട്. അവന് പറ്റണ്ടാ. ഫൈബറിനൊന്നും പറ്റിയില്ല. പിന്നെ കുഞ്ഞു പീസവൻ പുട്ട് പോലെ 6 ഇഷ്ടക്ക് എടുക്കണ പോലെ എടുത്തിട്ട് വണ്ടിയിൽ വെച്ചേ. ഐസ് കിട്ടിയ സന്തോഷത്തില് ആ ചേട്ടനോട് ടാറ്റയും പറഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറി നേരെ ഒരു വിടല വിട്ടു. തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക്. ഇതാ കനാല്, കുറുമാല് കനാല് വഴിയാട്ടത്. റോഡൊക്കെ ഭയങ്കര മോശം. ആ വിദ്യാ കോളേജിന്റെ വഴിയോ ഇതിനൊക്കെ മോശം. അങ്ങനെ ജസ്റ്റ് നമ്മളെ വീട്ടിൽ റീച്ചായി സാധനമൊക്കെ എടുത്തിട്ട് ഇനി വണ്ടിയുടെ ഉള്ളിലാണ് നമ്മുടെ പരിപാടി. അതായത് വണ്ടിയുടെ ബാക്കിലത്തെ ഡോർ അടയ്ക്കുമ്പോൾ ലീക്ക് വരാൻ പാടില്ല. അപ്പോൾ അവിടെ നമ്മൾ ഈ കറുത്ത ഷീറ്റൊക്കെ വെച്ച് അടയ്ക്കാനാണ് നമ്മുടെ ഉദ്ദേശം. ഇവൻ മോട്ടർ എടുത്തിട്ട് വാട്ടർ സപ്ലൈ ഇവനാണ് കേട്ടോ. വണ്ടിയാണ് വീട്. വെള്ളം അവൻ സൈസാക്കിക്കോളും. നമ്മൾ ബാക്കിയുള്ള പരിപാടി നോക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ ആ ഒരു അടയ്ക്കണ മടക്കുണ്ടല്ലോ അതാണ് നമുക്ക് സേഫ് ആയിട്ട് ലീക്ക് ആവേണ്ടി നിൽക്കണ്ടേ. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്ന് കേട്ടോക്കാല്ലേ. ഗ്യാപ്പ് അടച്ചിട്ട് നമ്മൾ ഈ ഐസ് പൊട്ടിക്കും. എന്നിട്ട് ഫുൾ ടാങ്ക് വെള്ളം അടിച്ച് നിർത്തും ചോർച്ചയില്ലാത്ത രീതിയിൽ. എന്നിട്ട് നമ്മളെല്ലാരും കൂടി പോത്തുംകുട്ടി മറയണ പോലെ മറയും. ദിസ് ഈസ് എ പ്ലാൻ. അയ്യോ, എന്താ കേട്ടില്ല? ഇതാണ് നമ്മുടെ പ്ലാൻ. അതിന്റെ ഇടയിലാണ് ഉറുമ്പ് കടിച്ചത്. തട്ടിയും കഴുകിയും കളഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇത് അടയ്ക്കാനുള്ള തന്ത്രപ്പാടായി. ആദ്യത്തെ ഒരു ട്രൈ നോക്കും നിങ്ങൾ. ഇതിങ്ങനെ വെച്ച് അടയ്ക്കുമ്പോൾ ഫിസിക്സ് പരമായിട്ട് അത് ലീക്ക് നിൽക്കുന്ന ദൈവം പറയണം കേട്ടാ. നമ്മളൊന്നും നോക്കാൻ പറ്റില്ല. അങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം വന്നപ്പോ അവൻ ആദ്യം വണ്ടി കഴുകി. പശുവിന്റെ കടിയും മാറും കൊക്കിന്റെ വിശപ്പും തീരുന്നുള്ള രീതിയിൽ 2 കാര്യങ്ങൾ അവൻ മുതലാക്കാന്ന് വെച്ചിട്ട് ഇതുകൂടെ നടത്തി. വാഷ് ചെയ്ത് വാറായിട്ട് വരുമ്പോഴാണ് ആ ജോയിന്റ് ഇടയ്ക്ക് പൊട്ടി. ഇതിങ്ങനെ ഇടയ്ക്ക് പൊട്ടിയും നിന്നിരുന്നു. അതൊരു മെനക്കെടിയായിരുന്നു. എന്നാലും കുഴപ്പമില്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോയി. അങ്ങനെ നമ്മുടെ ആ ടൈം എത്തിയിട്ടാ. സാധനം ഷീറ്റ് 4-5 മടക്കി. അതായത് ആ ഡോറ് നമ്മൾ വലിച്ചൊരടച്ചു. ലീക്ക് നിക്കണം വെച്ചിട്ട് തന്നെ. നോക്കൂ, അടയ്ക്കൂട്ടാ. സാധനം കൊട്ടിയടച്ച് കുറച്ച് വെള്ളമൊക്കെ പിടിച്ച് നോക്കിയപ്പോഴാണ് ആ സൈഡിൽ കൂടെ 2 മൂല കൂടിയും 2 കോർണർ കൂടിയും കുറേശ്ശായിട്ട് ലീക്ക് വരുന്നുണ്ട്. അടുത്ത തന്ത്രപ്പാട് ഈ ലീക്ക് എങ്ങനെ അടയ്ക്കുന്നതായി. ഇങ്ങനെ തുള്ളീശായിട്ട് ഒറ്റയിട്ട് തന്നെ പോകണുള്ളൂ. നമുക്ക് വെള്ളം ഫുൾ അടിച്ചിട്ട് നോക്കി നോക്കാം എന്തോരം മെല്ലനെ കുറയുന്നുണ്ട്. അതിന് ഉള്ളിൽ നിന്ന് വല്ല തുണി അതേപോലത്തെ ഷീറ്റ് അങ്ങോട്ട് തിരികെ കുറച്ച് ഈ സൈഡ് കുറച്ച് നിന്ന് തുടങ്ങിയിട്ടുണ്ട്. നിന്ന് എന്തെങ്കിലുമൊക്കെ നടക്കുമോ നോക്കി നോക്കാം. വെള്ളത്തിന്റെ പോക്കൊരു വിധം കുറച്ചുണ്ട്. ഇനി ഐസ് നടുപൊട്ടിക്കലായി. ഐസ് കുഞ്ഞു പീസാക്കി പൊട്ടിച്ചിട്ട് വേഗം തണുപ്പ് വരുന്നതാണ്. നമുക്ക് എപ്പോഴും 2 തുള്ളീശൊക്കെ ഒറ്റുന്നുണ്ട് അത് സൈഡിൽ കൂടെ. അതൊക്കെ നമ്മൾ കാര്യമാക്കിയില്ല. പിന്നെ ഐസൊക്കെ പൊട്ടിച്ച് ഞാനൊക്കെ വണ്ടിയിൽ കയറിയിട്ടാ. ഐസ് കണ്ട ആകാംക്ഷ കൊണ്ടും കൊതി കൊണ്ടും ഒരു സാധനം ഞാൻ എടുത്തിട്ട് നോക്കിയോ, എന്തൊട്ട രസം. ഐസൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നിട്ടപ്പോ അവരുടെ മോത്തിക്കൊക്കെ വെള്ളാക്കിട്ട് അവരെന്തൊക്കെ എന്നെ പറയുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. നല്ല തണുത്ത വെള്ളത്തോണ്ട് മുഖം കഴുകുമ്പോഴാണ് സുഖം ഉണ്ടല്ലോ. വൗ, എന്റെ ക്യൂരിയോസിറ്റി എപ്പോഴും മാറുന്നില്ലേ. ഞാൻ പിന്നെ ഐസ് പൊക്കിയും താത്തിയും കളിച്ചോണ്ടിരിക്കുക. ചെറുപ്പത്തിലേക്ക് മടങ്ങി ചെന്ന പോലെ. ഇവനാണെങ്കിൽ അത് പൊട്ടിക്കാനും പറ്റണില്ല. തേങ്ങയുടെ മൂട്. പിന്നെ ക്യൂരിയോസിറ്റി അറ്റ് ദ പീക്ക്. പണ്ട് മീമി വിൽക്കണ ചേട്ടന്മാരില്ലേ, മീമിക്കാരൻ ചേട്ടന്മാർ വരുമ്പോ അവരുടെ ഐസൊക്കെ മേടിച്ച് വെള്ളത്തിൽ കഴുകി വായിലിട്ടോക്കാറില്ലേ, ആ ഒരു പരിപാടി തന്നെ ഇപ്പോഴും ചെയ്തിട്ടുണ്ട്. അയ്യേ, വെള്ളത്തിനൊരു ടേസ്റ്റും ഇല്ല. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണ വെള്ളമാണോ? ആ
ഈ ഐസ് വിറ്റ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കുടിക്കാനൊന്നും കൊള്ളില്ല, വെറുതെ എന്തെങ്കിലും തണുപ്പിക്കാൻ മാത്രമായിട്ട് തന്നെ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ തന്നെ. അയ്യോ, അതൊക്കെ മേടിച്ച് വാരിട്ടുണ്ട്. വല്ലതും വരികയാണോ? എവിടെയല്ല, ചെറുപ്പത്തിൽ വന്നിട്ടില്ല ഒന്നും. പിന്നെയാണ് പിന്നെ ഞാനൊന്ന് മുങ്ങി എനിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, അവൻ വിറക്കണോക്ക് വെള്ളത്തിങ്ങനെ നിക്കണ കാരണം കാലൊക്കെ ഇങ്ങനെ മരവിച്ചു. അപ്പൊ ഞാനതിന്നൊരു വലിയ പീസ് ഐസ് എടുത്തിട്ട് ഒറ്റ പൊട്ടിക്കല പൊട്ടിച്ചു. പൊട്ടിയ സന്തോഷം എന്റെ മുഖത്ത് കളഞ്ഞ. ഇവൻ ഷർട്ടിന്റെ ഉള്ളിലൊക്കെ ഇടാൻ നോക്കണു. അവന്റെ ചെറു ചിറ്റാട്ടുകാരാ. അവന് ഞാനൊരു പീസ് കൊടുത്തു. നിനക്ക് വേണ്ടാന്ന് ചോദിച്ചപ്പോ അവന് വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും കൊടുത്തവൻ എന്താ വെച്ചറ സൂപ്പർ സാധനം. അവന്റെ ഓരോരോ അംഗം വെട്ടോളേ. അവൻ വീഡിയോ കോള് വിളിക്കേ, വഴിയിൽ പോണവര് നോക്കിയേ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതിന്റെ മുകളിൽ ഇരുന്നിട്ട്. ഐസ് പിടുത്തും എടുത്തപ്പോഴാണ് ഇവന്റെ ബാക്കിലേക്കും പോത്തും കുട്ടി വീണ പോലെ വീണേ. ഇവന്റെ ഓരോ അംഗമുട്ടുകൾ നോക്കണേ. പിന്നെ ഞങ്ങൾ മൂന്നാളും പൊട്ടക്കുളത്തില് തവളകളെ പോലെ അതിൽ കിടന്നുട്ടാ. കിടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് അതിൽ കിടക്കാൻ, വെള്ളത്തിലൊക്കെ കളിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഉണ്ടല്ലോ ലീക്ക് അധികം കാര്യമായിട്ട് അങ്ങോട്ട് പോകണില്ല, വെള്ളത്തിന് നല്ല തണുവ് നിന്നിരുന്നു. പിന്നെ ഒരു പീസ് ഐസ് കൂടി കിട്ടിയാൽ മറച്ചേനെ വിറങ്ങലിച്ചേനെ. നമ്മുടെ ഈ അംഗമുട്ടുകളൊക്കെ കണ്ടിട്ട് കാണികൾ എത്തിയിട്ടാ. എന്തുട്ടി പിള്ളേര് കാണിക്കണേ നോക്കാനായിട്ട്. പിന്നെ ഞങ്ങളുടെ വാട്ടറിൽ ഡാൻസ് കളിക്കണ മോഹമായിട്ടാ. അപ്പൊ ഇതിന്റെ 1.2 മില്യൺ അടിച്ച വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജിൽ അങ്കമിട്ട് എന്ന് പറഞ്ഞ പേജിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചാനലൊന്ന് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തോളൂ. ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്, ഫേസ്ബുക്കിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, യൂട്യൂബിലും അവിടെയൊക്കെ കിട്ടും. ഇത് ഇത്രയും വൃത്തികെട്ട സ്റ്റെപ്പിന്റെ കൊറിയോഗ്രാഫർ ഇതാ കണ്ണാട നീല ഷർട്ട് ജഗനട്ട അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറയുന്നുണ്ട്. പിന്നെ അവന്റെ വീട്ടുകാരെ നമുക്ക് കാണിക്കല്ലേ പറ്റൂ. എന്തൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അവനൊക്കെ എന്തെങ്കിലും കാട്ടിയാൽ മതി എന്നുള്ളോ. ആ വിജൃംഭിച്ച ഡാൻസിന്റെ ഔട്ടത് ഒന്ന് കണ്ടോക്കേ. 2 3 4 കണ്ട കൊറിയോഗ്രാഫർ പറഞ്ഞേട്ടാ പാട്ടോടെ വെച്ചിട്ടുണ്ട്, ഇനി തിരിഞ്ഞോട്ടാ പിന്നെ എന്തേലും കാണിച്ചു വന്ന്. ഇമ്മാതിരി ഒരു ടീംസിലേക്ക് കൊറിയോഗ്രാഫി ചെയ്യാൻ പറ്റണേ. പിന്നെ പുറത്തു കൂടെ ആൾക്കാർ എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്, അവരും നമ്മളെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. കുറെ നേരം വെള്ളത്തിൽ പെറ്റ് കിടന്നപ്പോ അത് തണുവ് പോയി ഐസിന്റെ. പിന്നെ നമ്മള് മോട്ടർ അടിച്ചിട്ട് ആ വെള്ളം ചീറ്റിക്കൽ കളിയിലേക്ക് പഴയ കാല സ്മരണകളിലേക്ക് പിന്നെയും കടന്നു ചെന്നു. അപ്പൊ അതിന്റെ ഒപ്പം കാറും കഴുകാന്ന് വെച്ച് നൽകേണ്ടത്. പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. വണ്ടിയുടെ ബാക്ക് ഡോർ തുറന്നിട്ട് വെള്ളം മൊത്തം പോയിട്ട് ആ ഒരു ഇതിന്റെ പങ്കപ്പാടായിട്ട് ഇതൊക്കെ കാണണേ. ആ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, യൂട്യൂബിലുണ്ട്. വണ്ടി തുറന്നു പോണ ഒരു പോർട്രേറ്റ് സൈഡിലുള്ള വീഡിയോയാ. അന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണണേ, താല്പര്യം ഉണ്ടെങ്കിൽ മതി. തപ്പിത്തെറിഞ്ഞ് നോക്കിയപ്പോ എന്റെ ചെരുപ്പ് കാണാനില്ല. അപ്പോഴാണ് ദിവൻ കൊണ്ടായിട്ട് ദേ ഇതിന്റെ അടിയിലുണ്ടെന്ന് പറഞ്ഞ്. അതേ കിടക്കണ കണ്ട സാധനം. പിന്നത്തെ അങ്കമിട്ട് ഇതെങ്ങനെ എടുക്കുന്നതായി. ഇത് എടുക്കാൻ വേണ്ടി ഓരോരോ അങ്കമിട്ടുകൾ കാണണം. എന്റെ കാരണം ഞാൻ വണ്ടി ബാക്കും തള്ളി നോക്കുന്നുണ്ട്. കുറെ തള്ളി നോക്കിയിട്ട് വണ്ടി നീങ്ങണില്ല. അപ്പോഴാണ് അവൻ തുണിയില്ലാത്ത സത്യം നമ്മുടെ അടുത്ത് പറഞ്ഞത്, വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചേക്കാന്ന്. അത് ഹാൻഡ് ബ്രേക്കൊക്കെ റിലീസായിട്ട് ഞാൻ തള്ളി മുക്കി മൂളി തള്ളി, എന്നിട്ടും നീങ്ങില്ല കേട്ടോ. നീങ്ങിണ്ട്, എന്നാലും ചെരുപ്പ് കിട്ടണ ആ റേഞ്ചിലേക്ക് നീങ്ങില്ല കേട്ടാ. എന്നിട്ട് ബാക്കിൽ നിന്ന് തള്ളി മടുത്ത് ഞാൻ ചെരുപ്പൊക്കെ നോക്കിയപ്പോ അവിടെ ഉണ്ടല്ലോ, കുറച്ചല്ലേ നീങ്ങിയിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോ നമുക്ക് പ്ലാൻ വേറെ വന്നു. ഇനി ചിലപ്പോ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് തള്ളി നല്ല സ്പീഡിൽ പോയാലോ എന്ന് വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് പോയിട്ട് തള്ളാൻ. അപ്പോഴും ഇതന്നെ അംഗം. അവിടെ കിടക്കണ ചേട്ടൻ പറയുന്നുണ്ട്, മക്കളെ വടി കൊണ്ട് എടുക്കണമെന്ന്. പറ്റില്ലല്ലോ, നമ്മുടെ കയ്യിൽ പിന്നെ ചില്ലറ കുഴപ്പമൊന്നുമല്ലല്ലോ. ഞാൻ തള്ളി ഇത്രയും നീക്കിയിട്ട് എനിക്ക് വയ്യാണ്ടായി. അപ്പൊ ഞാൻ ബാക്ക് സപ്പോർട്ട് വിളിച്ചു. അപ്പൊ ഒരുത്തൻ വണ്ടിയൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ എന്തോ ജേഴ്സി ആ ടീഷർട്ട് അതൊക്കെ ഇട്ടിട്ട് വന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഒരുത്തൻ കമ്മന്നേട് നോക്കുന്നുണ്ട്, വണ്ടി ആണോ പെണ്ണാണോ. ചെരുപ്പ് എവിടെ എത്തി നോക്കണതാട്ടാ. സപ്പോർട്ടിനായിട്ട് ഇദ്ദേഹം ഇവരെത്തിയിട്ടുണ്ടാ. ഇവന്റെ കൈവച്ച് മുക്കി മൂളി തള്ളുന്നുണ്ട്. വണ്ടി ഓണാക്കിട്ട് എടുക്കാവുന്ന കേസുള്ളൂ, പക്ഷെ ഇതൊക്കെ ഒരു രസമായിട്ട് കണ്ടാൽ മതിട്ടാ. അപ്പൊ പിന്നെ അവന് പറ്റണ്ടായപ്പോ ഞാനും കൂടി ഒന്ന് കൈവച്ചു. ഇവൻ മുക്കി മൂളി തള്ളുന്നുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് തോന്നി എൻ്റെ ഒരു കൈവെപ്പ് ശുശ്രൂഷ ഉണ്ടെങ്കിൽ നടക്കുന്നത്. അപ്പൊ പിന്നെ ഞാനും കൈവച്ചു. വലിയ സപ്പോർട്ടാണ് കൊടുത്തില്ല. പിന്നെ ഇവനെ കൂടി കൈവച്ചിട്ട് അങ്ങോട്ട് വണ്ടി ഉന്തി അട്ടം കയറ്റി. സാധനം കിട്ടിയിട്ടാ. അത് കിട്ടുമ്പോഴുള്ള എൻ്റെ ഒരു സന്തോഷം നോക്കട്ടാ. അയ്യോ ഞാൻ എന്താ പറയുന്നുണ്ട് അപ്പോഴും കട്ട് പറയണ്ട അതിലേ. ഓക്കെ ബൈ ഗൈസ്. നമ്മൾ കുത്തിക്കഴിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇതല്ല തലയും തോർത്തിക്കുവാണെങ്കിൽ എന്നിട്ട് പോയാലും മതി. അപ്പൊ നമ്മുടെ ഐസ് ബാത്ത് കയറി കണ്ട എല്ലാവർക്കും നന്ദി. അവസാനം വരെ കണ്ടവർക്കട്ടെ നന്ദി കേൾക്കുള്ളൂ. അപ്പൊ ശരി, ബൈ. നന്ദിയുണ്ടേ.